നമ്മൾക്ക് സംസാരിക്കുന്നത് ഇതിൽ ക്ലോത്ത് ഡയപ്പറിൽ ഉപയോഗിക്കുന്ന ഇൻസേർട്ടുകളെ കുറിച്ചാണ്. ഒരു ക്ലോത്ത് ഡയപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു ഇൻസേർട്ട് അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ക്ലോത്ത് ഡയപ്പറിൻ്റെ കവർ മാത്രമായി കിട്ടും. പക്ഷേ നമ്മൾ ഒരു ക്ലോത്ത് ഡയപ്പറിന് സാധാരണ ഉദ്ദേശിക്കുന്നത് വിത്ത് ആൻ ഇൻസേർട്ട് ആണ്. അപ്പോൾ ഇൻസേർട്ട് ആണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള നമ്മുടെ കുഞ്ഞിൻ്റെ പീ ഒക്കെ വലിച്ചെടുക്കുന്നത്. അതിൽ ഒരു ക്ലോത്ത് ഡയപ്പറിൽ ഉപയോഗിക്കുന്ന ഇൻസേർട്ടിൻ്റെ ക്വാളിറ്റിയാണ് അതിന് എത്രമാത്രം അബ്സോർബൻസി കൊടുക്കുന്നു എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ പല തരത്തിലുള്ള ഇൻസേർട്ടുകളുണ്ട്, നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തേത് മൈക്രോ ഫൈബർ ഇൻസേർട്ടുകളാണ്. അതായത് സാധാരണയായിട്ട് നമുക്ക് ലഭ്യമാവുന്നതും സാധാരണ നമ്മൾ പുറമേ നിന്ന് ഒരു ക്ലോത്ത് ഡയപ്പർ വാങ്ങുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടുന്നതും സാധാരണഗതിയിൽ ഒരു മൈക്രോ ഫൈബർ ഇൻസേർട്ടാണ്. പിന്നെ ഉള്ള ഒരു ഇൻസേർട്ടാണ് ചാർക്കോൾ ഇൻസേർട്ട്, അതായത് ബാംബു ചാർക്കോൾ ഇൻസേർട്ട്. പിന്നെ ഉപയോഗിക്കുന്നതാണ് ബാംബു ഇൻസേർട്ട്, പിന്നെ ഹെംപ് ഇൻസേർട്ട്, അതായത് ഓർഗാനിക് കോട്ടൺ ഇൻസേർട്ട്. അപ്പോൾ ഓരോ ഇൻസേർട്ടുകളുടെയും പ്രത്യേകത നമുക്ക് മനസ്സിലാക്കാം. അതായത് മൈക്രോ ഫൈബർ ഇൻസേർട്ട് എന്ന് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും കുറവ് അബ്സോർബൻസി ഉള്ളത് ഒരു മൈക്രോ ഫൈബർ ഇൻസേർട്ടിനാണ്. അതുപോലെ തന്നെ വിലയും ഏറ്റവും കുറവ് മൈക്രോ ഫൈബർ ഇൻസേർട്ടിനാണ്. ഓരോ ബ്രാൻഡിനനുസരിച്ചിട്ട് ഇതിൻ്റെ വിലയിലും അതുപോലെ ഗുണത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു ഇൻസേർട്ട് വാങ്ങിച്ച ഉടനെ അതിന് അത്രമാത്രം അബ്സോർബൻസി ഉണ്ടാവില്ല. ബൈ വാഷിങ് നമ്മൾ വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്യുക, വാഷ് ചെയ്യുക, ഡ്രൈ ചെയ്യുക, ഒരു 4-5 തവണയെങ്കിലും അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടുള്ള ഫുള്ളായിട്ടുള്ള ഒരു അബ്സോർബൻസി ആ ഒരു ക്ലോത്ത് ഡയപ്പർ ഇൻസേർട്ടിന് കിട്ടുന്നത്. അത് മൈക്രോ ഫൈബർ എന്നല്ല, ഏത് ഇൻസേർട്ടിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. അപ്പോൾ മൈക്രോ ഫൈബറിൽ നമ്മളൊരു 2 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 3 മണിക്കൂറൊക്കെ മാക്സിമം കേട്ടോ, അത്രത്തോളം ഒരു അബ്സോർബൻസിയാണ് ഡേ ടൈമിലൊക്കെ ഉപയോഗിക്കാനായിട്ടാണ് മൈക്രോ ഫൈബർ ഏറ്റവും അധികം യൂസ് ചെയ്യാനായിട്ട് പറ്റുക. ഒരു ഗുണം മൈക്രോ ഫൈബറിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പെട്ടെന്ന് ഇത്തരത്തിലുള്ള പീസൊക്കെ വലിച്ചെടുക്കാനുള്ള ശേഷി ഇത്തരത്തിലുള്ള മൈക്രോ ഫൈബറിനുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഓർഡിനറി സെൻസിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇതുപോലുള്ള മൈക്രോ ഫൈബർ ഇൻസെർട്ടാണ്. പിന്നെ അടുത്തതായി വരുന്നതാണ് അതായത് ബാംബു ചാർക്കോൾ ഇൻസേർട്ട്, അതായത് ചാർക്കോൾ ഇൻസേർട്ട്. ഇത് പ്രധാനമായിട്ടും ബ്ലാക്ക് കളർ അല്ലെങ്കിൽ ചാര കളറിലൊക്കെയാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് ഇത് തന്നെ, ഇതിലേത് മൈക്രോ ഫൈബർ ആയാലും ഏത് ഇൻസേർട്ടുകളായാലും അതിൻ്റെ ഒരു ക്വാളിറ്റി നിശ്ചയിക്കുന്നത് അതിൽ എത്രമാത്രം ലെയറുകൾ അതിൽ ഉണ്ട് എന്നതിനെയും കൂടെ ബേസ് ചെയ്തിട്ടാണ്. അതായത് മൈക്രോ ഫൈബറിൽ ചിലപ്പോൾ 3 ലെയർ മൈക്രോ ഫൈബർ ആവാം, ചിലപ്പോൾ 4 ലെയർ മൈക്രോ ഫൈബർ ആവാം, അതുപോലെ ചിലപ്പോൾ 2 ലെയർ ആയിരിക്കും. അപ്പോൾ എത്രമാത്രം ലെയറുകൾ കൂടുന്നു അത്രമാത്രം അബ്സോർബൻസിയിലും നമുക്ക് കൂടുതൽ നേരം അബ്സോർബ് ചെയ്യുകയും ചെയ്യും, കൂടുതൽ നേരം നിൽക്കും അത്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള മൈക്രോ ഫൈബർ ഇൻസേർട്ട് കാണിക്കാം. ഇതൊരു മൈക്രോ ഫൈബർ ഇൻസേർട്ടാണ്, ഇതൊരു ടെറി ഇൻസേർട്ടാണെന്നും പറയാം. ഇതിലാണെങ്കിൽ ഇത് തന്നെ പല കളറിൽ തന്നെ നമുക്ക് അവൈലബിൾ ആണ്, പല കളേഴ്സിൽ, പിങ്കിൽ, ബ്ലൂവിൽ, ഗ്രീനിൽ, നിങ്ങൾക്ക് നോക്കിയാൽ മതി, ഞാൻ ലിങ്ക് ഇടാം. അപ്പോൾ പല കളേഴ്സിൽ ഇത്തരം മൈക്രോ ഫൈബർ അവൈലബിൾ ആണ്, വളരെ ചീപ്പാണ്. നിങ്ങൾക്ക് ഡേ ടൈമിൽ യൂസിന് ഒരു 2-3 hours ആണ് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെ മാറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇതാണ് ചാർക്കോൾ ഇൻസേർട്ട്, ചാര കളറിൽ. നമ്മുടെ മൈക്രോ ഫൈബറിനേക്കാളും കുറച്ചുകൂടെ അബ്സോർബൻസി ഇത്തരത്തിലുള്ള ചാർക്കോൾ ടൈപ്പ് ഇൻസേർട്ടിനുണ്ട്. അതിലും പല ലെയേഴ്സ് ഉണ്ട്, ലെയേഴ്സിൻ്റെ എണ്ണത്തിനനുസരിച്ചിട്ട് അബ്സോർബൻസിൽ വ്യത്യാസം വരും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് ഒരു ബാംബു ഇൻസേർട്ടാണ്. ബാംബു ഇൻസേർട്ട് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ബാംബു 5 ലെയർ ബാംബു ആണ്. ലെയറിനനുസരിച്ചിട്ട് അബ്സോർബൻസി വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഇതാണ് ബാംബു ഇൻസെർട്ട്. ഇപ്പോൾ കുഞ്ഞ് വളരെ സെൻസിറ്റീവ് സ്കിന്നുള്ള കുഞ്ഞാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബാംബു ഇൻസെർട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. മൈക്രോ ഫൈബർ കുഞ്ഞിന് അത്രമാത്രം സ്കിൻ ഫ്രണ്ട്ലി അല്ല. കുറച്ച് നിങ്ങളുടെ കുട്ടികൾക്ക് പെട്ടെന്ന് ഇങ്ങനെ അലർജിയൊക്കെ വരുന്ന ക്യാരക്ടർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബാംബു ഇൻസെർട്ട് ചൂസ് ചെയ്യുക എന്നതായിരിക്കും നല്ലത്. പക്ഷേ നമ്മുടെ മൈക്രോ ഫൈബറൊക്കെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ റേറ്റ് കൂടുതലാണ് ഇത്തരത്തിലുള്ള ബാംബു ഇൻസെർട്ടിന്. പിന്നെയുള്ള ഇൻസേർട്ടാണ് ഏറ്റവും നല്ല ഇൻസേർട്ട് എന്ന് പറയുന്നത്, സാധാരണ ഈ പറയുന്നത് ഹെംപ് ഇൻസേർട്ട്. ഹെംപ് ഇൻസേർട്ടിന് തന്നെ ചിലപ്പോൾ ഓർഗാനിക് കോട്ടൺ ഇൻസേർട്ട് എന്നും പറയാറുണ്ട്. അതിനും ഇങ്ങനെ 4 ലെയർ ഹെംപ്, 5 ലെയർ ഹെംപ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള പല ലെയറുകളിലും ഹെംപ് അവൈലബിൾ ആണ്. എൻ്റെ കയ്യിലുള്ളത് ഒരു ഹെംപ് ഇൻസേർട്ടാണ്. അതൊക്കെ വന്നപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ കോലമൊക്കെ ഇങ്ങനെയായി പോയതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെംപ് ഇൻസേർട്ടും ഒരുപാട്, അതായത് നമ്മുടെ ബാംബുവിനേക്കാളും കൂടുതൽ കപ്പാസിറ്റി ഉള്ളതാണ്, പീ ഹോൾഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ഉള്ളതാണ്.
പിന്നെ സൂപ്പർ ബോട്ടമിൻ്റെ മറ്റ് ചില മാജിക് പാഡ്സ് അല്ലെങ്കിൽ സ്മാർട്ട് ഇൻസേർട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് വരുന്നുണ്ട്. സൂപ്പർ ബോട്ടമിൻ്റെ മാജിക് ഇൻസേർട്ട് അല്ലെങ്കിൽ സ്മാർട്ട് ഇൻസേർട്ട് എന്ന പേരിലൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഇൻസേർട്ടുകളാണെങ്കിൽ ഈ പറഞ്ഞ പോലെ 8 ലെയറൊക്കെയാണ് അത് വരുന്നത്. അപ്പോൾ അതിൻ്റെ അബ്സോർബിങ് കപ്പാസിറ്റി അത്രയും കൂടുതലാണ്. നിങ്ങൾ പ്രത്യേകിച്ച് നൈറ്റിലൊക്കെ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഇൻസേർട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. എൻ്റെ കയ്യിൽ അത്തരത്തിലുള്ള ഇൻസേർട്ട് ഇല്ല. പകരം ഞാൻ ചെയ്യുന്നത് ഒരു കോമ്പിനേഷൻ ഓഫ് ഇൻസേർട്ട് ഉപയോഗിക്കുകയാണ്. അതായത് ഹെമ്പ് പ്ലസ് ഒരു ബാംബു, ഇങ്ങനെ 2 എണ്ണമാണ് ഞാൻ ഒരുമിച്ച് വെച്ചിട്ട് നൈറ്റിൽ ഉപയോഗിക്കുന്നത്.